നമ്മൾ പലപ്പോഴും ഓർക്കും നമ്മൾ ഈ കയ്യിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിലൊക്കെ കൂടുതലായിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വരെയില്ലേ അമേരിക്കയിൽ ഇരുന്ന് ഈ കുടുംബസംഗമത്തിന് വേണ്ടി മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിച്ച് ഇരുന്ന് ഒരു ഊർജ്ജം തന്നുന്ന ഒരു വ്യക്തിയാണ് സാജു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവന്റെ ഒരു എന്താ പറയാ, എനിക്ക് തരുന്ന ഒരു ഊർജ്ജം. ഞാൻ ബാംഗ്ലൂരിലാണ് ഇരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ തന്നെ എന്നെ പലതവണ വിളിക്കും, എടാ തോമസ് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. ശരി, അത് കഴിയുമ്പോൾ എനിക്ക് ചൂടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വളരെയധികം നിർദ്ദേശങ്ങളും സഹായങ്ങളും അതുപോലെ തന്നെ ശരിക്കും മനസ്സോടെ അവര് ഈ പരിപാടി പങ്കെടുത്തു. അവർക്കെല്ലാമുള്ള നന്ദിയായിട്ട് നമ്മൾ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പരിപാടി നിങ്ങൾക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പാർട്ടിയായിരുന്ന EP ജയരാജനെതിരെയായിട്ടാണ് അദ്ദേഹത്തിന്റെ മത്സരം. ഏതായാലും ആ ഒരു നിലയിലേക്ക് നമ്മുടെ ചാവറയിൽ നിന്നും ഒരാൾ എത്തിയതിൽ നമുക്ക് അഭിമാനിക്കാം. രാഷ്ട്രീയ രംഗത്ത് വലതുകാലത്ത് വെച്ച് കയറിയ നമ്മുടെ ജോസഫ് ചാവറെ നമ്മുടെ ഒരു മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ഇവിടെ ക്ഷണിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രസംഗം ഇവിടെ പ്രസക്തിയില്ല എന്നറിയാവുന്നതുകൊണ്ട്, പക്ഷെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഇന്നിവിടെ കാണേണ്ട പലരെയും നമ്മളിന്നിവിടെ കാണുന്നില്ല. മുമ്പേ നമ്മുടെ ജോമോനച്ചൻ പറഞ്ഞ പോലെ പലരുടെയും ജന്മം പന്നിയുടെ ജന്മമായി പോകുന്നു എന്ന് പലപ്പോഴും സംശയിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കൂടുവാനും ഇവിടെ വരുവാനും ഒട്ടേറെ തിരക്കുള്ള ആളുകൾ കാണിക്കുന്ന താല്പര്യം നമ്മുടെ കൂട്ടത്തിൽ ഒരു തിരക്കുമില്ലാത്ത പലർക്കും കഴിയാറില്ല. അവർ പറയും എനിക്ക് തിരക്കാണെന്ന് പറയും. ഇവിടെ തിരക്കുള്ള എല്ലാവരും തന്നെ എത്തുകയാണ്. അതിനകത്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് ഞാൻ സൂചിപ്പിച്ചു ചാവറ എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ വാല്യൂ ആണെങ്കിൽ, ഞാൻ പറയും ചാവറയച്ചൻ കാട്ടിത്തന്ന വഴിയാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ നായക വഴി. ഒരുപക്ഷെ എന്നോട് തോമാച്ചൻ പറഞ്ഞ പോലെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് ചാവറയച്ചൻ്റെ ഒരു വഴി തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വെറും 26-ാമത്തെ വയസ്സിൽ കേരളത്തിലൊരു വൈദിക സഭ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. ഇത് ലൂക്കാ ചാവറയച്ചനോ ജോമോൻ അച്ഛനോ ഒന്നും ശ്രമിച്ചാൽ ഒരു സഭ സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ ഓർക്കണം, അസംഘടിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു ക്രൈസ്തവ സഭയുടെ ഒരു സെമിനാരിക്ക് തുല്യമായ CMI സഭ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരു വലിയ നേട്ടം തന്നെയാണ്. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ന് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ ആകമാനം സാക്ഷരതയുടെ അങ്ങേയറ്റത്ത് എത്തിയെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോൾ, അഭിമാനിക്കുമ്പോൾ, ചാവറയച്ചന്റെ സംഭാവന ചെറുതായി കണ്ടതാണ് കേരളം അദ്ദേഹത്തോട് കാണിച്ച നന്ദികേടെന്ന് പറയേണ്ടി വരും. കൊടുക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ പടർന്നു കിടക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടക്കം കുറിച്ചത് ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് CSI സഭയുടെ ബെഞ്ചമിൻ ബെയ്ലി, അതിനുശേഷം കത്തോലിക്ക സഭ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടങ്ങിയതല്ലേ പിന്നീട് വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. CMC സന്യാസിനി സഭ സ്ഥാപിച്ചത് കേരളത്തിന്റെ ആതുര വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന. അത്രയും വലിയ സംഭാവനകൾ നൽകിയ അച്ഛനെ ഒരു തിരുസഭയുടെ വണക്കത്തിന് വേണ്ടി മാത്രമായി നമ്മൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വൈദിക വൃന്ദം അല്ലെങ്കിൽ നമ്മുടെ CMI സഭ പ്രതീക്ഷിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു സാമുദായിക ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ബഹുമാന്യനായ ചാവറയച്ചൻ ഓർക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. നമ്മൾ പലതും പറയുമ്പോൾ 40 മണി ആരാധന സ്ഥാപിച്ചു, അല്ലെങ്കിൽ സഭയിലെ പല ചിദ്രശക്തികൾക്കെതിരെയും അദ്ദേഹം പോരാടി എന്നൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ നിശബ്ദമായ പോരാട്ടങ്ങൾ പലപ്പോഴും സഭയുടെ ധ്രുവീകരണത്തിനും സഭയുടെ ഏകീകരണത്തിനും പല ആരാധനക്രമങ്ങളുടെ സൃഷ്ടിക്കുമൊക്കെ കാരണമായി തീർന്നുവെന്ന് ചാവറയച്ചന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ആലോചിക്കാം, എന്നിട്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. ചാവറയച്ചൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇന്നിവിടെ കൂടുവാൻ മനസ്സ് കാണിച്ച, എല്ലാ തിരക്കും ഒഴിവാക്കി ഇവിടെ വരുവാൻ സന്മനസ് കാണിച്ച, വിശാലത കാണിച്ച എല്ലാവരോടും ചാവറ കുടുംബത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, ഇത് ആദ്യം രൂപീകരിക്കുവാൻ ഞാൻ കഷ്ടപ്പെട്ടു, അല്ലാതെ അതിനുവേണ്ടി ബുദ്ധിമുട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം അതിന്റെ പ്രയാസം. ഈ അവസരത്തിൽ ഞാൻ ബഹുമാനീയന് അന്തരിച്ചു പോയ മുക്കുവച്ചൂരി കുര്യച്ചനച്ചനെ ഓർത്തുകൊണ്ട്, അദ്ദേഹമാണ് നമുക്കിതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്.
അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ ഫാദർ ഫിലിപ്പ് ചാവറ ഇവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും ഞാൻ അദ്ദേഹത്തെ, നമ്മുടെ തോമസ് കുട്ടി പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു വിൻസെന്റ് ചാവറയുണ്ട്, ജർമ്മനിയിൽ നിന്നാണ്, എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ട് എന്നും വിളിക്കും എന്തായി കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ പുറത്തു നിൽക്കുന്നവർക്ക് വളരെ ആവേശമാണ് ഈ പരിപാടി നടത്തുവാൻ. അകത്ത് നിൽക്കുന്ന നമ്മളിൽ പലർക്കും, ചിലർക്ക് സമയക്കുറവ് പറയുന്നു, അത് ബുദ്ധിമുട്ടുകൾ പറയുന്നു. പക്ഷെ അവരെ എല്ലാം ഈ കുടുംബസമയം കാണട്ടെ, കണ്ട് ഇതിൽ അഭിമാനിക്കട്ടെ. ഇങ്ങനെ കൂടുവാനൊരു അവസരം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ലൂക്കാച്ചൻ പറഞ്ഞു, അവിടെ ചെന്ന് കുർബാന അവതരിപ്പിക്കുവാൻ നമുക്കൊരു അവസരം കിട്ടിയില്ല എന്നുള്ളതിനെ കുറിച്ച് വിഷമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലൂക്കാച്ചൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, മാന്നാനത്ത് ചാവറ ആശ്രമത്തിൽ നമുക്കൊരു ദിവസം തരുന്നുണ്ട്. അവിടേക്ക് വരുവാൻ പറയുമ്പോൾ പല കുടുംബങ്ങൾക്ക് സമയമില്ല. അവിടേക്ക് ഏറ്റവും തിരക്കുള്ള ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒരു തവണയില്ലാത്ത പലരും വരാറില്ല. ഒരവസരമാണ് കിട്ടുന്നത്. ആ അവസരം കളഞ്ഞാൽ പിന്നെ ഒരിക്കൽ കിട്ടത്തില്ല. ഈ സംഗമം കൂടുവാൻ ഇപ്പൊ പലരും പറയും ഇത് എന്തിനു കൂടുന്നു, എന്തിനു എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത്. അമേരിക്കയിൽ കിടക്കുന്ന ആളുകളും ബാംഗ്ലൂർ കിടക്കുന്ന തോമാച്ചിലൂടെ എത്താമെങ്കിൽ ആർപ്പുക്കരയിലും കൈനകരിയിലും ചങ്ങനാശ്ശേരിയിലും കിടക്കുന്നവർ കൂടി എത്താൻ എന്താ ബുദ്ധിമുട്ട്? ഇവിടെ പലരും വന്നിട്ടില്ല. അവരോട് ചെന്ന് പറയുക, തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും നല്ല അവസരമാണ് കളഞ്ഞു കുളിച്ചതെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ കൂടുവാൻ കിട്ടിയ അവസരം അത് ഉപയോഗിച്ച നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് അനുമോദിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബ സംഘം ഇവിടെ നന്നായി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട ഇതിൻ്റെ തോമസ് കുട്ടിയും അതുപോലെ ഐസക് ജോസി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അനുമോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തെ, കുടുംബ സംഗമത്തെ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വൈദികരെയും പ്രായമായവരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ആ ഓരോരുത്തരെയും പേര് വിളിക്കുമ്പോൾ അവര് എഴുന്നേറ്റ് നിൽക്കുക. ആദരിക്കുവാനുള്ളത് നമ്മളുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികരിൽ ഒരാളായ ലൂക്കാ ചാവറനെയാണ്. അദ്ദേഹം വേദിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചാവറ കുടുംബസംഗമത്തിന്റെ ചാവറ കുടുംബസംഗമം പ്രസിഡന്റിന്റെ മകനായ ശ്രീ മാത്തുക്കുട്ടി അല്ലെങ്കിൽ ജോർജ് കുട്ടി, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് കടന്നു വരും. അടുത്തതായി നമ്മളുടെ പ്രിയപ്പെട്ട വൈദികൻ ജോൺ ജെ ചാവറ, അദ്ദേഹം വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുക. അദ്ദേഹത്തിനുള്ള സ്നേഹോപകാരം ശ്രീ ജോയിച്ചൻ ചാവറ, ചങ്ങനാശ്ശേരി. ഉണ്ട്. അവര് പേര് വിളിക്കുന്നതനുസരിച്ച് അവർ എഴുന്നേറ്റ് നിൽക്കണം. അവരെ ആദരിക്കുവാനായി ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ അവരിങ്ങോട്ടൊന്ന് കടന്നു വരണം. ആദ്യമായിട്ട് നമുക്ക് സിസ്റ്റർ ബെൻസിറ്റ, ചാവറ കൈനഗരി സിസ്റ്റർ ബെൻസിറ്റാമ. സിസ്റ്റർ ബെൻസിറ്റാമയെ അടുത്തതായി ആർപ്പുക്കരയിൽ നിന്നും ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിലാദ്യമായി സിസ്റ്റർ കരുണ വേദിയിലേക്ക് നിൽക്കുക. കരുണയെ ആദരിക്കുന്നതിന് വേണ്ടി അടുത്തതായി ആർപ്പുക്കരയിൽ സിസ്റ്റർ ജൂലിയാന. സിസ്റ്റർ ജൂലിയാനെ ആദരിക്കുന്നതിന് വേണ്ടി സഹോദരി ഫാറ്റി തോമസ്. പ്രായം ചെന്ന കൈനഗരിയിലുള്ള ഒരു അച്ചായനും അമ്മച്ചിയും അതുപോലെ തന്നെ ആർപ്പുക്കരയിലുള്ള ഒരു അച്ചായനും അമ്മച്ചിയും, ഇവരെ 4 പേരെയുമാണ് നമുക്ക് ആദരിക്കേണ്ടത്. അടുത്തതായി കൈനഗരി
അടുത്തത് ആർപ്പുക്കരയിൽ നിന്നും വന്നിട്ടുള്ള അച്ചായന്മാർ. ശ്രദ്ധിക്കുക. പൊന്നാട അണിയിച്ച് നമ്മൾ സ്വീകരിച്ച ആദരിച്ച നമ്മുടെ അമ്മച്ചിയുടെ 2 മക്കൾ ഈ അടുത്ത കാലത്ത് 2 മാസത്തെ ഗ്യാപ്പിട്ട് 2 മക്കളാണ് മരിച്ചു പോയത്. ഒത്തിരി സങ്കടത്തോടുകൂടി നമ്മളെ മുന്നിൽ നിൽക്കുന്ന അമ്മച്ചിയുടെ വേദന നമുക്കും ഏറ്റെടുത്തുകൊണ്ട് ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മച്ചി വിഷമിക്കണ്ട. സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. ഒരു കൈയടി കൊടുത്തേ. Beautiful, fantastic performance. Neha, come. പ്രിയ ചാവറ